നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ബബിതയും കൊണ്ട് അലീനയും മനുഷ്യങ്കുറും കൂടെ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്താണ് അകത്തുനിന്ന് അവിടുത്തെ സ്റ്റാഫും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പ്രിൻസിപ്പളിനെ കാണാനാണെന്ന് മനുവിനോട് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അകത്ത് ആളുണ്ട്, ഇപ്പൊ തന്നെ അവരിറങ്ങും, ഇറങ്ങി കഴിയുമ്പോൾ കേറിക്കോളാൻ പറഞ്ഞു. പിന്നീട് ബബിതയെ നോക്കി അയാള്, ഇതാ ബലാത്സംഗ കേസിലെ പ്രതി രോഹിത്തിന്റെ പെങ്ങളല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയ്ക്ക് വല്ലാതായിപ്പോയി. അലീനെ മനുഷ്യങ്കറൊക്കെ ബബിതയെ നോക്കണം. പെട്ടെന്ന് അലീന് പറഞ്ഞു, ഇതേ ബബിത ബാലേന്ദ്രനാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം അയാൾക്ക് കാരണം തടിയേറ്റോലായിപ്പോയി. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഓ പിന്നെ ബലാത്സംഗം ചെയ്യാം, അത് പിന്നെ ചോദിച്ചു കഴിയുമ്പോൾ കുറ്റോ എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ബബിത പറഞ്ഞു, മനുവേട്ട നമുക്ക് തിരികെ പോകാം, ഇന്ന് വേണ്ട, പിന്നെ ഒരു ദിവസം വന്ന് പ്രിൻസിപ്പളിനെ കാണാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മനു ചോദിച്ചു, ഇത്രേ ഉള്ളോ നീന്ന് ചോദിച്ചു. അല്ല മനുവേട്ട, എടി നമ്മൾ ഇന്ന് പോയിട്ടുണ്ട്, നാളെ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരണ്ടേ, അപ്പൊ ഇവരെയൊക്കെ ഫേസ് ചെയ്യണ്ടല്ലേ, അപ്പൊ പിന്നെ നീ ഇങ്ങനെ തോറ്റു പിന്മാറിയാൽ എങ്ങനെ ശരിയാവണമെന്ന് ചോദിച്ചു. അല്ല മനുവേട്ട, ഞാന് അലീന പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഇതൊക്കെ സ്വാഭാവികം, ഇതൊക്കെ മാറൂന്ന് പറഞ്ഞു. മനുഷ്യങ്കർ പറഞ്ഞു, അല്ല നീ ആദ്യം തൊട്ട് ക്ലാസ് വരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പൊ ആദ്യമൊക്കെ ഇവരിങ്ങനെയൊക്കെ ചോദിച്ചെന്നും പറഞ്ഞു നോക്കിയിരിക്കും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അവരെല്ലാം മറന്നു പോകുന്നു പറഞ്ഞു. ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു ബബിതയുടെ മനസ്സിൽ. അപ്പോഴേക്കും 1-2 കുട്ടികൾ അങ്ങോട്ട് കടന്നുപോയി. ബബിതയെ നോക്കിയിട്ട് ഇത് ബബിതയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകുന്നേ. ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, എടി നീ വീട്ടിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, വീട്ടിൽ എങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്ന കടിച്ചു കീറാൻ പാകത്തിനായിരുന്നല്ലോ മറ്റുള്ളവരുടെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിന്നാ മതി. ഇപ്പൊ നിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിങ്ങനെ ഓരോ കമന്റ് ഒക്കെ പറയുമ്പോഴേ അത് അലീനയാന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. അലീനയാന്നോ? അതെ, അപ്പൊ നിനക്ക് കടിച്ചു കീറാനുള്ള ഇത് കൂടൂല, ശക്തി കൂടൂലോ. അലീനയുടെ അടുത്ത് നീ എങ്ങനെ പെരുമാറുന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു, ഇപ്പോഴാണോ മനുവേട്ട ഒരു കോമഡി ആയിട്ട് വന്നിരിക്കുന്നേ, മനുഷ്യനിവിടെ ആകെപ്പാടെ തീ നിൽക്കുന്ന പോലെ നിൽക്കുക, ആ സമയത്ത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു. ഓ ഏറ്റില്ലല്ലേ, ഞാൻ ഏക്കൂന്ന് ഓർത്ത് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ഒരാളും കൂടെ ഇറങ്ങിപ്പോയി. മനുഷ്യങ്കർ നോക്കുന്നുണ്ടപ്പത്തിനും ബബിത പറഞ്ഞു, അത് പ്രിൻസിപ്പൾ അല്ല, വേറെ ആളാന്ന് പറഞ്ഞു. പിന്നെ ഒടുവില് മനുഷ്യങ്കറൊക്കെ പെർമിഷൻ മേടിച്ച അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് പ്രിൻസിപ്പൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അറ്റൻഡൻസ് ഇല്ലല്ലേ? അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ ഞാൻ സമ്മതിക്കില്ല. അതും പോരാഞ്ഞിട്ട് കോപ്പി അടിച്ച് പിടിച്ചിട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ളവന്മാരൊന്നും എക്സാം എഴുതാനായിട്ട് ഇവിടെ ഞാൻ സമ്മതിക്കുന്നുമില്ല. അതിനെ റെക്കമെൻഡേഷൻ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പ്രിൻസിപ്പള് ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് മനുഷ്യങ്ങളോട് ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങളോട് പറഞ്ഞു, ഞാൻ ബബിതയുടെ കസിൻ ബ്രദറാണ്, ഇത് സിസ്റ്റർ എന്ന് പറഞ്ഞ അലീനയെ കാണിച്ചു കൊടുത്തു. അല്ല കാര്യം എന്താ? അത് പിന്നെ ബബിതയ്ക്ക് കുറച്ച് നാൾ ക്ലാസ്സിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് മിസ്സായി പോയെന്ന് പറഞ്ഞു. എത്ര നാൾ ക്ലാസ്സിൽ വന്നില്ല? 1 മാസത്തോളം ക്ലാസ്സിൽ വന്നില്ലേ? എന്നിട്ട് HOD അറിയിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞു. HOD അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കുട്ടിക്കില്ലേ? അതൊന്നും കുട്ടിക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, അല്ല കാര്യം എന്താ? അല്ല സാർ അറിഞ്ഞ് കാണുമല്ലോ, ബബിതയുടെ ബ്രദറിന് ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാനസിക പ്രശ്നത്തിലായിരുന്നു എല്ലാവരും, അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പറ്റാതെ തന്നെയെന്ന് പറഞ്ഞു. അതും ക്ലാസ്സും തമ്മിൽ എന്താ ബന്ധം? ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്തേലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ടീച്ചേഴ്സിനോട് പറയണം. അത് മാത്രമല്ല, ഇനിയിപ്പോ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവിടെ കൗൺസിൽ ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാ കോളേജിലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവര് കൗൺസിൽ ചെയ്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ലേ? അതിനൊക്കെയല്ലേ ഈ കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത്, ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൈപിടിച്ച് നടത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇത്ര ദിവസം ക്ലാസ് അറ്റൻഡ് പോലും ചെയ്യാതിരുന്നേ? അത് കേട്ടപ്പം അലീന പറഞ്ഞു, സാറേ അത് മാത്രമല്ല, ബബിതയുടെ അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലായിരുന്നു, അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ വരാൻ പറ്റാതെ വന്നേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? HOD എങ്കിലും അറിയിക്കണ്ടേ? അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ ദിവസം ചെയ്തിട്ടുണ്ട് എങ്ങനെയാന്നൊക്കെ പ്രിൻസിപ്പൾ പറയണം. മനുഷ്യങ്ങളോട് ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം, അല്ല ഇവൾക്ക് എക്സാം ഒക്കെ എഴുതണം, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട്
അത് കേട്ടിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഓഫീസ് ചെന്ന് ഇവിടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്ക്, എങ്ങനെയുണ്ടെന്ന് അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ എടുത്തു നോക്ക്. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ബാക്കി അറ്റൻഡൻസിൻ്റെ ഇത് അറിഞ്ഞിട്ട് എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്കൊരു സമാധാനം കാര്യങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞു, ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ലീവ് ലെറ്ററും കാര്യങ്ങളൊക്കെ എച്ചോടൊക്കെ എഴുതി കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, അല്ല ഈ ഓഫീസ് റൂം എവിടെയാന്ന് ചോദിച്ചു. അത് താഴെയാന്ന് പറഞ്ഞു. ക്ലാസ് റൂമൊക്കെ അവിടെയാന്ന് പറഞ്ഞു. അങ്ങനെ അവര് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഇത് ബബിതയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് 1-2 പേര് അങ്ങോട്ട് കടന്നുപോയി. കാരണം കാണുന്നവർക്കൊക്കെ ഒരു കൗതുകമായിരുന്നു ബബിത കോളേജിലേക്ക് വന്നപ്പോ. അങ്ങനെ അവര് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും നിൽക്കുന്നുണ്ടായിരുന്നു. ബബിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇതവളല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ്. കൊള്ളാലോ, അവൾ വീണ്ടും കളത്തിലിറങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുവാണ്. ബബിത തല കുണിച്ച് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നേ. ആ സമയത്ത് അലീനയ്ക്കും മനുഷ്യങ്ങനൊക്കെ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരുത്തം പറഞ്ഞു, ക്ഷത്രിയ കുടുംബം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ബലാത്സംഗ കുടുംബം എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക, നല്ല പേരാ, കൊള്ളാം. അല്ല അവൾക്ക് വല്ല കൂസലും ഉണ്ടോ നോക്കിയേ. ഓ, എങ്ങനെ കൂസാക്കാനായിട്ടാ, അവളുടെ അച്ഛൻ വലിയ സ്വർണ്ണ ബിസിനസ്സുകാരനല്ലേ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെയും കൂസാകാത്ത ഭാവം, എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ആ ഭാരം തുലുക്കിട്ട് തന്നെ അവള് വീണ്ടും നാണം കെട്ടി ഇങ്ങോട്ടേക്ക് വന്നത് കണ്ടോ. അല്ല ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ, എന്തേലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആളുണ്ടല്ലോ ചോദിക്കാനായിട്ട് എന്നൊക്കെയുള്ള ദ്വയാർത്ഥം വെച്ചുള്ള സംസാരമൊക്കെ അവന്മാരെ സംസാരിക്കണം. ബബിതയ്ക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അലീന ആ സമയത്ത് അവളുടെ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഒരു നിമിഷം ബബിത ഇങ്ങനെ നോക്കി, വരാൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. വേണ്ട ചേച്ചിന്ന് പറഞ്ഞു. പക്ഷെ അലീന വിട്ടില്ല. അലീന ആ കയ്യിലേക്ക് പിടിച്ചോണ്ട് അവന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവന്മാർ ശരിക്കും അന്താളിച്ചു പോയി. പിന്നീട് അലീന ചോദിച്ചു, നിങ്ങളുടെ സഹപാഠിയല്ലേ ഇവള്, സഹപാഠിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കൂടെ നിൽക്കുവാണോ വേണ്ടേ, അതോ മാറി എന്ന് കുറ്റപ്പെടുത്തി ചിരിക്കുവാണോ വേണ്ടേന്ന് ചോദിച്ചു. നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നേ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ മാറി നിന്ന് ചിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അത് മാത്രമല്ല ഇവളുടെ സഹോദരൻ രോഹിത് തെറ്റുകാരനല്ലെന്ന് കണ്ടിട്ടാണ് കോടതി അവനെ വെറുതെ വിട്ടത്. എന്നിട്ട് പോലും നിങ്ങൾ എന്തിനിങ്ങനെ പറയണേ, അവൻ ആ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും വീട്ടിലുള്ളവർ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ആ ഒരു മര്യാദ പോലും കാണിക്കുന്നില്ലല്ലോ. കാരണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാർക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് പകരം ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? ശരിക്കും കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, തങ്ങളൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോവല്ലേ ചെയ്യണ്ടേ. പിന്നീട് അലീന കുറെ അങ്ങോട്ട് പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അഹ്മാർക്ക് ആർക്കും മിണ്ടാട്ടം ഇല്ലായിരുന്നു, എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിപ്പോയി. പെട്ടെന്ന് അലീനയോട് ബബിത പറഞ്ഞു, അലീന ചേച്ചി ബാ നമുക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷെ അലീന വിട്ടില്ല. അലീന പറഞ്ഞു, അതെ ഇന്ന് ഇവൾക്കാണെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങളുടെ ഒരാൾക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പം നിങ്ങളുടെ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ബബിതയും വിളിച്ചുകൊണ്ട് അങ്ങ് നീങ്ങുവാണ്. ഈ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. മനുഷ്യങ്ങളുടെ സന്തോഷമായി പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കഥയെ മുട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പെട്ടെന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്റെ കാല് ഭയങ്കരമായിട്ട് വേദന എടുത്തു. ഉഫ്, ധാരാണെന്തോ നാശം പിടിക്കാനായിട്ടൊരു കാലുമുണ്ട്, വേദനയാണ് ചില സമയത്ത് സഹിക്കാനും പറ്റുന്നില്ല, എപ്പോഴും ഏത് നേരത്താണോ എന്തോ. അങ്ങനെ വന്ന് കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോ അലീന, നീയാണോ കടന്ന് മുട്ടിപ്പൊളിച്ചത്? ഓ, ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കും. നീ എന്തിനാടി കഥ തല്ലിപ്പൊളിക്കാൻ നോക്കിയത്? ഞാൻ തല്ലിപ്പൊളിച്ചല്ലോ മാഡം, 2 തവണയല്ലേ മുട്ടിയുള്ളൂ. അതേ മുട്ടിയിട്ട് കുറച്ച് സമയം താമസിക്കാൻ തുറക്കാനായിട്ട് നിനക്കറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല മാഡം, നീ എന്തിനാടി ഇപ്പൊ തല്ലി പൊളിച്ചെന്ന് ചോദിച്ചു. അതെ മനുവേട്ടൻ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ, അവൻ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ വേണോ വന്ന് റെക്കമെൻഡ് ചെയ്യാനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ട് വന്നു. മനുശങ്കരോട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അതിന് ഇവളുടെ റെക്കമെൻഡേഷൻ വേണോന്ന് ചോദിച്ചു. അയ്യോ ആന്റി, എനിക്കൊരു മെസ്സേജ് വന്നു, അത് ഞാൻ നോക്കുമായിരുന്നു, ആ സമയത്താണ് അലീന വന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിത് അത്ര ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. മനുവിനോട് വൈജയന്തി പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ മനുശങ്കർ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ എന്താ എന്നെ കാണാൻ വന്നേന്ന് ചോദിച്ചു. അല്ല രാവിലെ വന്നപ്പോ ആന്റിയെ കാണാൻ പറ്റിയില്ല, ഇപ്പൊ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിന്ന് പറഞ്ഞു. അല്ല രാവിലെ വന്നിട്ട് നീ എന്താ എന്നെ കാണാതെ പോയത്? അത് ബബിതയുടെ കോളേജ് വരെ പോണായിരുന്നു. ഓ, കോളേജിൽ പോണായിരുന്നു, നീ തനിച്ചല്ലേ പോയത്? അലീനെ കൊണ്ട് പോയില്ലേ, എന്തിനാ അവളെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. ഓ,
ഓ അപ്പൊ ഇവിടെ ഇരുന്നിട്ടെല്ലാം അറിയുന്നൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും പിന്നല്ലാതെ ഇവിടെ രേല അനങ്ങിയപ്പോഴും ഞാൻ അറിയും. ഈ വൈജയുടെ സ്വഭാവം അങ്ങനെയാ. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് വൈജ ഒന്നും അറിയുന്നില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മനുഷ്യങ്കർ പറഞ്ഞു, ആ അതൊരു നല്ല കാര്യമാ. എടാ മനു, നീ എന്തിനാ അവളെയും പൊക്കി പിടിച്ചോണ്ട് പോയത്? എന്റെ ആന്റി, കൂടെ ആരെങ്കിലും വേണ്ടേ? ഞാൻ മാത്രം പോയിട്ട് കാര്യമുണ്ടോ? അവളൊരു പെണ്ണല്ലേ ബബിത. ഒന്നെങ്കിൽ ചേച്ചിയോ അമ്മ ആരെങ്കിലും വേണ്ടേ? ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് അവള് വന്നേന്ന് പറഞ്ഞു. ചേച്ചിയോ? എവിടുത്തെ ചേച്ചി? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആ സമയം മനുഷ്യങ്കർ പറഞ്ഞു, ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി, അവള് വന്നിട്ട് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് വൈജ കുറെ തർക്കിക്കുന്നുണ്ട്. പിന്നീട് വൈജ തന്നെ പറഞ്ഞു, ആ അതൊക്കെ പോട്ടെ, അല്ല നീ ഇപ്പൊ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നേന്ന് ചോദിച്ചു. നിനക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് തോന്നലോ? ആ അത് പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്ന പോലും അങ്കിളിനെ അലീനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. എന്തിനാ അവരെ കാണുന്നേ? അല്ല ഹരിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാ, ഹരിയെ പുറത്തിറക്കാനായിട്ട്. ചിലപ്പോൾ ഇവരുടെ സഹായം ഉണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. ആരുടെ സഹായം? അല്ല അലീനെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ, ശരണ്യയോടൊന്ന് സംസാരിക്കുവാണെങ്കിലും. ഹോ അപ്പൊ അതിന് വേണ്ടിയിട്ട്. എടാ അതിന് രോഹിയെ പുറത്തിറക്കിയത് അലീനയൊന്നും അല്ലല്ലോ, പിന്നെന്താണ് നീ ഹരിക്ക് വേണ്ടിയിട്ട് അവളോട് റെക്കമെൻഡേഷൻ ചോദിക്കണമെന്ന് ചോദിച്ചു. ആന്റി, രോഹിയെ പുറത്തിറക്കാനായിട്ട് അലീന എന്ത് ചെയ്തെന്ന് ആന്റിക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജു പറഞ്ഞു, എന്റെ പ്രാർത്ഥനയുടെ ബലം അവൻ പുറത്തിറങ്ങിയത്. കൂടുതലൊന്നും തർക്കിക്കാൻ പോയില്ല മനു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലടാ പിന്നെ നീ എന്ത് കാണിക്കാൻ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതെന്ന് ചോദിച്ചു. അലീന അടുത്തേക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മണിശങ്കർ പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. ഓ അവരും കൂടെ അറിഞ്ഞിട്ടാണോ അതെന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഈ ശിവേണ്ണ ഇതൊക്കെ എന്തിന്റെ കേടാത്? എന്റെ ആന്റി, സ്വന്തം മകനല്ലേ, എത്ര വലിയ തെറ്റ് എന്ന് പറഞ്ഞാലോ അച്ഛനമ്മമാർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അവർ ജയിലിൽ കിടക്കുമ്പോ അതിന്റെ വേദന അവർക്കാ ഉള്ളത്. അപ്പൊ ഒരു പക്ഷേങ്കിൽ ഏതേലും വഴി ഒരു കച്ചിത്തുരുമ്പ് കിട്ടുവാണെങ്കിൽ അത് പിടിച്ച് കയറാനല്ലേ ശ്രമിക്കത്തോളെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ വൈജയന്തി പറഞ്ഞു, അവളുടെ റെക്കമെൻഡേഷനോട് കൂടി ഹരി ഇറങ്ങുന്നേക്കാൾ നല്ലത് അവനകത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. പിന്നീട് മനുശങ്കര രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് രോഹിത്ത് കിടക്കുമായിരുന്നു. മനുശങ്കരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ആ കട്ടിലിന്റെ ക്രാസിലേക്ക് ചാരിയിരിക്കുവാണ്. ആ സമയത്ത് മനുശങ്കർ ചോദിച്ചു, എങ്ങനെയുണ്ടടാ, നിന്റെ പനിയൊക്കെ കുറഞ്ഞോന്ന് ചോദിച്ചു. ഒന്ന് തലയാട്ടവും മാത്രമേ രോഹിത്ത് ചെയ്തോളൂ, പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, ഹരി ഇപ്പോഴും ജയിലില്ല. കാരണം എന്താണെന്നറിയാവോ? അലീനെ പോലെ ആത്മത്യാഗം ചെയ്യാൻ പറ്റുന്ന ഒരു സഹോദരി അവനില്ലാതെ പോയെന്ന് പറഞ്ഞു. ഒരു ചേച്ചി അവനില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം രോഹിത്ത് മനുശങ്കറെ നോക്കുകയാണ്. മനുശങ്കർ പറഞ്ഞു, അല്ല നിനക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തെന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണേ. ശരണ്യയുടെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്തെന്നൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷേങ്കിൽ അലീനെ ശരണ്യയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നീ ജയിലിൽ കിടന്നേനെന്ന് പറഞ്ഞു ഹരിയോടൊപ്പം. ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടിയാ പറയുന്നതെന്ന് വെച്ചാൽ നിനക്ക് അവളോട് സ്നേഹക്കൂടുതൽ തോന്നാനോ ഒന്നുമല്ല, എനിക്ക് പറയണമെന്ന് തോന്നി നിന്നോട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ ചെയ്ത കാര്യം നമുക്ക് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് മനുശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞ് എന്ന് രോഹത്തിനോട് പറഞ്ഞു, അതെ നീ കിടന്ന കിടപ്പിൽ നിന്ന് നിനക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞ് പെട്ടെന്ന് ഭേദമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും എന്നറിയാവോ? നിന്റെ അച്ഛനാണോ അതോ നിന്റെ അമ്മയാണോ നിന്റെ അനുജത്തിമാരൊക്കെയാണോ? ഒരിക്കലും അല്ല, അലീന ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള്. നീ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആള്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ സന്തോഷിക്കുന്ന ആള് അത് അലീന ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രോഹിത് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ആ സമയത്ത്. പിന്നീട് മനുശങ്കർ പുറത്തേക്ക് വരുമ്പോഴത്തേനും ബാലേന്ദ്രന് അവിടേക്ക് വന്നു. ബാലേന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അവൻ നിന്നോട് സംസാരിച്ചോന്ന് ചോദിച്ചു. എവിടുന്ന് എന്ന് പറഞ്ഞു. ആ അവന് ആകെപ്പാടെ കമ്മ്യൂണിക്കേഷനുള്ള അലീനയായിട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു, എന്ത് കമ്മ്യൂണിക്കേഷന്? അലീന പറയുന്നു അവൻ അനുസരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, അതുപോലും മറ്റുള്ളവരോടില്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മനുശങ്കർ പറഞ്ഞു, ആ ശരിയാ, അതൊരു നല്ല കാര്യം തന്നെയാ, എന്താണെങ്കിലും അത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും അവനിങ്ങനെ എങ്ങനെ മാറ്റിയെടുത്ത് അവളെന്നാ എനിക്ക് അനുഭവം തോന്നിയെന്ന് പറഞ്ഞു. ഞങ്ങളാരും ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല നീ എന്തിനാടാ മനു എന്നെ കാണണമെന്ന് പറഞ്ഞേ? അതോ അത് പിന്നെ അങ്കിളെ ഒരു റെക്കമെൻഡേഷനുമായിട്ട് ഞാൻ വന്നേന്ന് പറഞ്ഞു അങ്കിളിന്റെ അടുത്തേക്ക്. റെക്കമെൻഡേഷനോ? അതെ, എനിക്ക് അങ്കിളിനോടും അലീനയോടും ആണ് അത് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങളോടോ? ഞങ്ങൾ എന്ത് റെക്കമെൻഡ് ചെയ്യാനടാ? അത് ഹരിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഹരിയുടെ കാര്യത്തിൽ ശരണ്യയോടൊന്ന് സംസാരിക്കാൻ. ആ ബെസ്റ്റ്. അലീന ഇപ്പം
ശരണ്യോട് സംസാരിക്കണേക്ക് ഹരിയുടെ കാര്യത്തെക്കുറിച്ച്. നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അങ്ങനെ സംസാരിക്കുന്ന? നിനക്കറിയാവുന്ന കാര്യല്ലേ. രോഹിത്തിന്റെ കാര്യത്തെക്കുറിച്ച് പോലും അവളോട് അലീന സംസാരിച്ചില്ല. പിന്നെ ഹരിയെ രക്ഷപ്പെടുത്താനായിട്ട് അവന് ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ വില എന്തായി തീരും? നിനക്കറിയാവുന്ന കാര്യല്ലേ. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, അങ്കിളെ എനിക്ക് വേണഞ്ഞിട്ടല്ലേ ഞാനിത് വന്നേ. കാരണം അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. എടാ, നീ ഈ കാര്യം അവളുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ള വിലയും കൂടെ അവളുടെ മുന്നിൽ പോകത്തുള്ളൂ. നിനക്കറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അത് മാത്രമല്ല, ശരണ്യയുടെ വീട്ടിലേക്ക് ഇപ്പോൾ അവള് പോവാറ് പോലും ഇല്ല. കാരണം എന്താ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവളെ കയറ്റത്ത് പോലും ഇല്ല. കഴിഞ്ഞ ദിവസത്തെ അനുഭവമൊക്കെ നീയും മനസ്സിലാക്കിയതല്ലേ. പിന്നെ നീ എന്തിനാടാ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? അവളോട് നീ ഇതിനെക്കുറിച്ച് സംസാരിച്ചോ? ഇല്ല. അതെന്താണെങ്കിലും നന്നായി സംസാരിക്കാതിരുന്നത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവൾക്ക് പിന്നെ നിന്നോട് പോലും ഒരു മതിപ്പ് തോന്നത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.